everyone, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി സെൻസെക്സ് മിഡ് ക്യാപ് നിഫ്റ്റി പ്ലസ് ക്രൂഡ് ഓയിൽ അനാലിസിസ് ചെയ്യും. ഈ അനാലിസിസ് നാളത്തേക്കുള്ള അനാലിസിസ് ആണ്. ഇവിടെ ഷെയർ ചെയ്യുന്ന ലെവൽസ് ലോണിംഗ് പർപ്പസ് ലെവൽസ് ആണ് ലേൺ ചെയ്യാൻ നമ്മുടെ സ്ട്രാറ്റജി നിഫ്റ്റി അനാലിസിസ് അടക്കം. നിഫ്റ്റി നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ 2-3 ഡേയ്സ് മുന്നേ ഞാനൊരു വീഡിയോ ഉണ്ടാക്കിയായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞായിരുന്നു ഈ ചാനലാണ് റെസിസ്റ്റൻസ് ചാനലിൻ്റെ അബവ് പോവുകയാണെങ്കിൽ നമ്മുടെ ഫർദർ 2 റെസിസ്റ്റൻസ് ആണ് ഇത്. ആൻഡ് ഈ ലെഗ് മാക്സിമം 50% പോകാവുള്ളൂ. റൈറ്റ്, ഇത് ഞാൻ നമ്മൾ ഇത് കൗണ്ട് ചെയ്ത് 1 2 3 4 5 ദാറ്റ് മീൻസ് 5 മൂവ് കഴിഞ്ഞാൽ എ ആയി കറക്ഷൻസ് ആണ്. എ ആയി ബിയുടെ ബൗൺസ് ഈ ലെഗിൻ്റെ മാക്സിമം 50% പോകാറുള്ളൂ. പ്രൈസ് ഇന്നലെ പ്രോപ്പർലി എക്സാക്ട്ലി നമ്മുടെ ആ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ഇന്നലെ അവിടെയാണ് ഓപ്പൺ ആയത് 920 എന്നാൽ അവിടെ തന്നെ റിജക്ഷൻ തന്നു. ബട്ട് ഇപ്പോൾ തിരിച്ച് അതിൻ്റെ അബവ് ആണ് പ്രൈസ് പോയേക്കണേ. റൈറ്റ്, ഇതിൻ്റെ അബവാണ് പ്രൈസ് ഇനി പോയേക്കണേ. സോ ഇപ്പോൾ നമ്മൾ ഇനി ഇത് റീഡ് ചെയ്യുകയാണെങ്കിൽ സ്റ്റിൽ ബി തന്നെയാണ് ഞാൻ റീഡ് ചെയ്യണത്. ഇത് കാരണം വെച്ചാൽ സ്ലോ മൂവാണ്. ആൻഡ് ഇത് കണ്ട ഹ്യൂജ് ക്യാൻഡിലാണ്, റെഡ് ക്യാൻഡിൽ. സോ കറക്ഷൻസിന് ബി തന്നെയാണ് ഇതിപ്പോൾ റീഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നോക്കാനുള്ളത് എന്താണ്, ഇത് പ്രൈസ് ഇപ്പോൾ താഴെ നിന്ന് മുകളിലേക്ക് പോയേക്കണേ. ഇങ്ങനെ 1 2 3 4 5 കൂട്ടാം, അല്ലെങ്കിൽ ഇത് ഫുൾ 3 ആയിട്ടും കൂട്ടാം. 3യുടെ കൺഫ്യൂസ് ആവേണ്ട, ഒന്നുകൂടി ഞാൻ വേണമെങ്കിൽ പറഞ്ഞു തരാം. നമ്മുടെ താഴെ നിന്ന് വരുന്ന പ്രൈസ് ഇവിടുന്ന് പ്രൈസ് ഇത് പോയിങ്ങനെ 1 2 ഇത് 3 4 ആൻഡ് ഇത് സ്റ്റിൽ 5th ആണെന്ന് പറയാം. ഓക്കെ, ഓർ ഇത് ഫുൾ 3 ഓൺലി. എ ബി സിയുടെ 3 ഓൺലി. ദാറ്റ് മീൻസ് 1 2 ഇത് ഫുൾ 3യുടെ മൂവാണ്. അതെന്ന് വെച്ചാൽ ഞാൻ ഓവറോൾ ബുള്ളിഷ് അല്ല, എനിക്കതാണ് പറയാനുള്ളത്. റീസൺ എന്താണെന്ന് വെച്ചാൽ പ്രൈസ് കറക്ഷൻ മോഡിലാണ്. സ്റ്റിൽ ബുള്ളിഷ് എപ്പോഴാവുക, ഈ ലെവൽസ് ഞാൻ ഇപ്പോൾ ഡിലീറ്റ് ചെയ്യുക. ബുള്ളിഷ് എപ്പോഴാവാനാണെങ്കിൽ പ്രൈസ് ഫുൾ കറക്ഷൻ മോഡിലാണ്. ശ്രദ്ധിക്കുക, ഒത്തിരി ഈസി മൂവ് അല്ല. നമുക്ക് നെക്സ്റ്റ് കിട്ടാൻ പോകുന്നത് 61.80%. ഇത് പ്രോപ്പർലി ഇവിടെ ഒക്കെ ടച്ച് ചെയ്ത് എക്സാക്ട്ലി വെക്കണം. സോ എക്സാക്ട്ലി എത്ര റെസിസ്റ്റൻസ് 26,012 or സംതിങ് അങ്ങനെയാണ്. ഓക്കെ, സോ ഇതിൻ്റെ അബവ് പ്രൈസ് പോവുകയാണെങ്കിൽ മാത്രമേ ഞാൻ ബുള്ളിഷ് ഉള്ളൂ, അല്ലെങ്കിൽ ഞാൻ ബുള്ളിഷ് അല്ല. റൈറ്റ്, കളക്ഷൻസ് ആണ് സ്റ്റിൽ ബിഗർ ടൈം ഫ്രെയിമിൻ്റെ 1 2 3 4th ആണ്. സോ സ്റ്റിൽ 4th ആണ്. അത് മീൻസ് അതൊരു ഹ്യൂജ് കറക്ഷനിലാണ്. ഒത്തിരി ടൈം എടുക്കും 5th മാറേണ്ടി. സ്റ്റിൽ 4th തന്നെയാണ്. 4th മേ ബി ഇത് എ, ഇത് ബി ആൻഡ് സി താഴേക്ക് വീണ്ടും വരാം. ആ ഗ്രീൻ ലൈൻ ഇവിടെ താഴേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. ബട്ട് ആ സിനാരിയോയിൽ ഇതാണ് നമ്മുടെ എസ് എൽ, ദാറ്റ് മീൻസ് 26,012. ഇതിൻ്റെ അബവ് പ്രൈസ് പോയാൽ ഇത് ടച്ച് ചെയ്താലും നമുക്ക് ഇത് തന്നെ പറയാം. ഇൻ കേസ് ഇത് ടച്ച് ചെയ്താലും 26,010 അത് ടച്ച് ചെയ്താലും പ്രൈസ് എന്തായിരിക്കും, പ്രൈസ് ബുള്ളിഷിലേക്ക് മാറി, ഇമ്പൾസ് മൂവ് ആയി എന്ന് പറയാം. ഓക്കെ, ടച്ച് ചെയ്താൽ മീൻസ് ടച്ച് ചെയ്യാൻ പാടില്ല ശരിക്കും. ഇത് ബുള്ളിഷ് ആവുകയാണെങ്കിൽ പിന്നെ സിനാരിയോ എന്തായാലും 1 2 3 4 5 ആൻഡ് ഡിഗ്രി ഫോൾ ഇതിൻ്റെ ആൻഡ് ദെൻ വീണ്ടും പ്രൈസ് സപ്പോർട്ട് തിരിച്ച് മുകളിലേക്ക് കയറും. ഓക്കെ, അങ്ങനെയാണ് റീഡ് ചെയ്യാനുള്ളത്. ടച്ച് ചെയ്യുന്നില്ലെങ്കിൽ ദാറ്റ് മീൻസ് സംതിങ് ഇഷ്യൂ ആണ്. പ്രൈസ് ദാറ്റ് മീൻസ് ഷാർപ്ലി താഴേക്ക് കറക്ഷൻ തരാനുള്ള ചാൻസസ് ഉണ്ടാകും. ശ്രദ്ധിക്കുക, നോക്കുക. ഞാൻ അതുകൊണ്ടാണ് 2-3 ദിവസമായിട്ട് ഒന്നാമത്തെ സ്ട്രക്ചർ ഇത്തിരി സ്ലോ ആണല്ലോ, ഒന്നും കിട്ടത്തില്ല ഇതിനകത്ത്, ഒന്നും കിട്ടത്തില്ല. ഞാൻ അതുകൊണ്ട് വീഡിയോ ഉണ്ടാക്കാൻ എനിക്ക് മടി. പിന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്താലും അത് പിടികിട്ടിയാലും മൂവ്മെൻറ്റ് കിട്ടുന്നില്ലല്ലോ, മൂവ്മെൻറ്റ് കിട്ടത്തില്ല. ഇതിനകത്ത് ക്ലിയർ ഇത്ര വലിയ റേഞ്ചായി അതിൻ്റെ കറക്ഷൻസിന് പറഞ്ഞാൽ സമയമെടുക്കും. ഓക്കെ, ടൈം വൈസ് കറക്ഷൻ പ്രീമിയം ഒക്കെ എല്ലാം കോളാക്കും. അതുകൊണ്ട് നോക്കിയിട്ട് വേണം പ്ലേ ചെയ്യാൻ നാളെ. ഇനി പ്രൈസ് ഇതിൻ്റെ അഭാവം പോയില്ലെങ്കിൽ റിജക്ഷൻ താഴേക്ക് വരികയാണെങ്കിൽ താഴേക്ക് പ്ലേ ചെയ്യാം. താഴേക്ക് ഫർദർ ലെവൽസ് ഇത് ഒക്കെ ഇവിടെ വരെ നമുക്ക് കിട്ടും. ഓക്കെ, ആൻഡ് റിജക്ഷൻ ലെവൽ ഇൻ കേസ് ഇത് 1 2 3 4 ആൻഡ് ഇനി 5th ആണെങ്കിൽ ഇതിൻ്റെ ഓവറോൾ സ്ട്രക്ചർ 50% ഏതാ ഹൈ, ഇപ്പോൾ ഇതാണ് ഹൈ. ഓക്കെ, അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ 26,010 ആയി ആദ്യം ആ ഹൈ നമുക്ക് കറക്റ്റായിട്ട് വെക്കാം. ആൻഡ് അതിൻ്റെ 38.30% ബിലോ പോവുകയാണെങ്കിൽ വീക്ക്നെസ് സ്റ്റാർട്ട് ചെയ്യും. 50% ബിലോ പോയാൽ ദാറ്റ് മീൻസ് പ്രൈസ് പിന്നെ വീക്ക്നെസ്സിലേക്കാണ്. പിന്നെ ഈ ലോ സേഫ് അല്ല എന്ന് പറയാം. ഓക്കെ, ഇൻ കേസ് ഈ ഗ്യാപ്പ് ഫില്ലായാൽ ദാറ്റ് മീൻസ് പ്രൈസ് പിന്നെ ബൗൺസ് വന്നിട്ട് തിരിച്ച് ഫോൾ തരാനുള്ള ചാൻസസ് ഉണ്ടാകും. ഞാനിപ്പോൾ ബുള്ളിഷ് സൈഡിൽ ഇല്ല, വീണ്ടും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എനിക്ക് കാണുന്നില്ല ഇതിനകത്ത് ബുള്ളിഷ്നെസ്. 26,010 അബവ് മാത്രമേ ഞാൻ ബുള്ളിഷുള്ളൂ. പിന്നെ വേറൊരു കാര്യം, ലേണിംഗ് പർപ്പസ് ലെവൽസാണ് ഇപ്പോൾ ജസ്റ്റ് ഷെയർ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ ഞാൻ തന്നെ ഓപ്ഷൻസിൽ ഇപ്പോൾ വളരെ ചുരുക്കാണ് നോക്കുന്നത്. സ്റ്റോക്സ് നോക്കുക, സ്റ്റോക്സിൽ മൂവ്മെൻറ്റ് കിട്ടുന്നുണ്ട്.
ഞാൻ സെബി രജിസ്റ്റേർഡ് ഉള്ള ജസ്റ്റ് ഇൻഫർമേഷൻ ജസ്റ്റ് ഒരു ഇത് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏത് സ്റ്റോക്ക് വേണമെങ്കിലും എടുക്കാം, സ്റ്റോക്സിൽ മൂവ്മെൻറ്റ് കിട്ടുന്നുണ്ട്. ഞാൻ അതിൽ തന്നെ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. കാരണം വെച്ചാൽ ഇപ്പോൾ കിട്ടുന്നില്ല, ഒരാഴ്ചയായിട്ടൊന്നും പ്രോപ്പർലി മൂവ്മെൻറ്റ് ഇല്ല. സ്കാൽപ്പും ഇത് കിട്ടുന്നില്ല. എസ് എം ഹൾട്ടിങ് ഇതൊക്കെ കൂടുതലാണ്, പ്രീമിയം മെൽറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ നമ്മൾ ഇവിടെ നോക്കിയിട്ട് കാര്യമില്ല. സോ ബെറ്ററാണ് അതിലേക്ക് നോക്കുക, അതാണ് കുറച്ചുകൂടി ബെറ്റർ. ഈ റേഞ്ചിൻ്റെ ബ്രേക്കൗട്ട് ഈ റേഞ്ചിൻ്റെ ഒരു ഇത് എപ്പോഴും കഴിയും എന്ന് പറയാം. ഈ ഒരു കൺസോളിഡേഷൻ പീരീഡ് ഈ രണ്ട് ഗ്രീൻ ലൈൻ ആൻഡ് മുകളിലത്തെ റെഡ് ലൈൻ ഇതിൻ്റെ അബവ് പ്രൈസ് ഉണ്ടെങ്കിൽ നമുക്ക് അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് എന്തെങ്കിലും മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യാം, റൈറ്റ്. ഗ്രീൻ ലൈൻ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഗ്രീൻ ലൈനിന് താഴെ വന്നിട്ട് ഇവിടെ പ്രൈസ് സപ്പോർട്ട് തിരിച്ച് മുകളിലേക്ക് കയറുവാണെങ്കിൽ അപ്പോൾ നല്ല മൂവ്മെൻറ്റ് സ്റ്റോക്സിലും കിട്ടും, ഇതിനകത്തും കിട്ടും, എല്ലാത്തിനും കിട്ടും. മനസ്സിലായോ? സോ അത് ബിഗർ ടൈം ഫ്രെയിം 4th ആയി. പിന്നെ തിരിച്ച് പ്രൈസ് മുകളിലേക്ക് കയറുമ്പോൾ ബെറ്റർ ആയിരിക്കും നമുക്ക്. ഓക്കെ, സോ നോക്കിയിട്ട് വേണം, എല്ലാവരും കൂടി നോക്കിയിട്ട് വേണം പ്ലേ ചെയ്യാൻ. ടഫ് ടൈമാണ്, സൂക്ഷിക്കുക. ഈ ഒരു ഗ്യാപ്പാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിക്കുക, ഈ ഗ്യാപ്പിൻ്റെ ബില്ല് പ്രൈസ് പോവുകയാണെങ്കിൽ ദാറ്റ് മീൻസ് പിന്നെ വീക്ക്നെസ് ആയിരിക്കും. ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യുകയാണെങ്കിൽ, ഇതിൻ്റെ ബില്ല് പ്രൈസ് പോകണമെങ്കിൽ ഫില്ല് ചെയ്തിട്ട് താഴേക്ക് പോകണമെങ്കിൽ പിന്നെ വീക്ക്നെസ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഫർദർ നമുക്ക് താഴത്തെ ലെവൽസ് നോക്കാം. ബട്ട് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, പ്രോപ്പർ ഒന്നും മൂവ്മെൻറ്റ് കിട്ടാൻ പോകുന്നില്ല. നോട്ട് ഈസി അല്ല ഒന്നും. ഇന്ന് സൈഡ് വേസ് ആയിരുന്നു എക്സ്പെക്ട് ചെയ്തത്. ഞാൻ വീഡിയോ ഉണ്ടാക്കാൻ ഇന്നലെ അതുകൊണ്ട് നിന്നില്ല. ഞാൻ എന്തിനും വീഡിയോ ഉണ്ടാക്കാം ഇല്ല, അതിനകത്ത് ഒന്നും കാണുന്നില്ല. സ്റ്റിൽ നാളത്തേക്ക് ഞാൻ ശരിക്കും ജസ്റ്റ് ഇത് പറയാം, 26,000 റിജക്ഷൻ എടുത്ത് താഴേക്ക് വേണമെങ്കിൽ നമുക്ക് മൂവ്മെൻറ്റ് കിട്ടും. ഇൻ കേസ് 26,000 അബവ് പ്രൈസ് ഇവിടെ തന്നെ ഇവിടെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒന്നും കിട്ടത്തില്ല. 26,000 അബവ് പ്രൈസ് പോകണമെങ്കിൽ ഞാൻ നോക്കിയിട്ടേ അപ്സൈഡ് നോക്കിയിട്ട് ചെയ്യുള്ളൂ. ബട്ട് റിജക്ഷൻ എടുത്ത് താഴേക്ക് വരുവാണെങ്കിൽ അപ്പോൾ നമുക്ക് എന്തെങ്കിലും കിട്ടാനുള്ള വഴി ഉണ്ടാകും നാളെ. ഓക്കെ, സോ ഇത് ഒരു റേഞ്ചായി. ഐ തിങ്ക് 26,745 ഇത് ഈ സപ്പോർട്ട് ഓർ ആ ഒരു റെസിസ്റ്റൻസ് എടുത്തിട്ട് താഴേക്ക് വരുവാണെങ്കിലാണ് എന്തെങ്കിലും കിട്ടാനുള്ള വഴിയുള്ളൂ. അല്ലാണ്ട് ഇവിടെയൊക്കെ കറങ്ങി നിന്ന് പിന്നെ ഒന്നും പറയാനില്ല. ക്രൂഡ് ഓയിൽ അനാലിസിസ് എടുക്കാൻ നമുക്ക് വേഗം. എല്ലാവരും പ്ലീസ് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ മറക്കണ്ട. ഞാൻ വീഡിയോ ഉണ്ടാക്കാനുള്ള മടി ഇത് മാത്രമേ ഉണ്ടായുള്ളൂ. ഇത് തന്നെ ലാസ്റ്റ് വീക്കായിട്ട് ഞാൻ പ്രോപ്പർലി വീഡിയോ ഉണ്ടാക്കിയില്ല എന്ന് വെച്ചാൽ ഒന്നാമത്തെ ബിസിയാണ്. പിന്നെ പ്ലസ് ഇത് ഒന്നും എനിക്ക് റീഡ് ചെയ്യാനില്ല. വെറുതെ ഞാൻ ലെവൽസൊക്കെ തന്നിട്ട് ഒരു കാര്യമില്ല, ഒരു പ്രയോജനം ഉണ്ടാവില്ല. പിന്നെ ഞാൻ എന്തൊരു വീഡിയോ ഉണ്ടാക്കണം, എൻ്റെ സമയം കളയാൻ താല്പര്യമില്ല. വെറുതെ നിങ്ങൾക്ക് ഒരു ലെവൽ തരാൻ എനിക്കും താല്പര്യമില്ല. വീഡിയോ ഉണ്ടാക്കിയില്ലെങ്കിൽ തീർന്നല്ലോ, ആണ് മനസ്സിലാക്കി എടുക്കുക. അതുകൊണ്ടാണ് കേട്ടോ. സോ ഇനി നമുക്ക് ക്രൂഡ് ഓയിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തായിരുന്നു ഇതിനകത്ത് കൺസോളിഡേഷൻ, പക്ഷെ അത് നടക്കുന്നില്ല. ട്രയാങ്കിൾ ഇതുവരെ കാണുന്നില്ല. ട്രയാങ്കിൾ ഇവിടെ എന്തെങ്കിലും ട്രയാങ്കിൾ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് നോക്കണം കേട്ടോ. കൺസോളിഡേഷൻ തന്നെ അതിനകത്ത് കാണുന്നത്. ഈ റെസിസ്റ്റൻസിൻ്റെ അഭാവം മാത്രമേ അപ്സൈഡ് നോക്കാവുള്ളൂ ക്രൂഡ് ഓയിൽ. ഓർ ഇൻ കേസ് സപ്പോർട്ട് തിരിച്ച് കയറുകയാണെങ്കിൽ ദാറ്റ് മീൻസ് 1 2 3 ഇത് 1 2 3 ദാറ്റ് മീൻസ് AI ഇത് ഫുൾ B ആണ്. സിയുടെ മൂവ് ആയിരിക്കും മുകളിലേക്ക് പോകുന്നത്. ദാറ്റ് മീൻസ് സി കറക്ഷൻ മൂവിലെ പ്രൈസ് മുകളിലേക്ക് പോകുള്ളൂ. ഇതിൻ്റെ ബ്രേക്കൗട്ട് ആവുകയാണെങ്കിൽ 15 മിനിറ്റ്സിന് അത് തന്നെ. ഓക്കെ, ഇത് ഇവിടുന്ന് ഫ്രം ബോട്ടം A B and C. ഓക്കെ, ABC കൂട്ടി കഴിഞ്ഞാൽ AI മേജർ AI ആൻഡ് ദെൻ ഇത് ഫുൾ B ആണ്. B എപ്പോഴും നമുക്ക് സ്റ്റാർട്ടിങ് ഫീഡ് കിട്ടത്തില്ല നിങ്ങൾക്ക്. ഇപ്പോൾ ഇൻ കേസ് B എന്താണെന്ന് നോക്കാനുള്ളത്, A കണ്ടോ ഭയങ്കര ഫാസ്റ്റ് ഷാർപ്പായിരുന്നു. അറൗണ്ട് കുറച്ച് സമയം എടുത്തിട്ടുള്ളൂ. ബട്ട് B ഉണ്ടല്ലോ, ഇതിൻ്റെ ഹൈ ബ്രേക്കിൽ ലോ ബ്രേക്കിൽ ഇതിൻ്റെ അകത്ത് കൺസോളിഡേഷൻ അപ്പ് ആൻഡ് ഡൗൺ ചുമ്മാ കളിച്ചുകൊണ്ടിരിക്കും. അത് മനസ്സിലാക്കിയത് B ആണ്. C ഷാർപ്പായിരിക്കും, ബട്ട് C 5 മൂവ്സ് ഉണ്ടാകും. മനസ്സിലായി? C ഷാർപ്പായിരിക്കും. B അങ്ങനെയാണെങ്കിൽ C ഷാർപ്പായിരിക്കും, 5 മൂവ്സിലുണ്ടാകും. ബട്ട് അത് കറക്ഷൻ മൂവാണ്, ശ്രദ്ധിക്കുക. ഓക്കെ, ദാറ്റ് മീൻസ് അത് നോക്കിയിട്ട് നമുക്ക് പ്ലേ ചെയ്യാവുള്ളൂ. സോ അതിൻ്റെ സിയുടെ ബോട്ടം ഇതാണെങ്കിൽ 1 2 3 ഒരു കറക്ഷൻ കൂടി 4 ആൻഡ് ദെൻ 5th മുകളിലേക്ക് പോകാം. ഓക്കെ, അങ്ങനെ നോക്കാം. ബട്ട് ഇതുവരെ ക്ലിയർ ആയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇൻ കേസ് C റെഡി ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ 50% ബിലോ പോകാൻ പാടില്ല. ഇതിൻ്റെ ബിലോ പോകാൻ പാടില്ല. ഇതൊരു സപ്പോർട്ടായിട്ട് ഈ ഒരു സമയത്ത് 50% ഇതിൻ്റെ സപ്പോർട്ടാണ്. ഓക്കെ, 50% സപ്പോർട്ട് തിരിച്ച് കയറുവാണെങ്കിൽ മുകളിലേക്ക് എടുക്കുക. ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ കഴിഞ്ഞാൽ താഴേക്ക് നോക്കുക. 1.80% മാക്സ് ടു മാക്സ് സപ്പോർട്ടാണ് ഇതിൻ്റെ. സോ ഈ രണ്ടിൻ്റെ ബിലോ പോയാൽ പിന്നെ ഫോളിലാണ്, ആ താഴേക്ക് വരും നോക്കാം. താഴേക്ക് ഈ ഒരു ബ്ലാക്ക് സപ്പോർട്ട് ലൈൻ വരും നോക്കാം. അല്ലെങ്കിൽ ഡയറക്റ്റ്ലി മുകളിൽ ഇപ്പോൾ ഞാൻ ഇല്ല, അതിനകത്ത് ഡയറക്റ്റ്ലി മുകളിലേക്ക് ചാൻസസ്. സോ 1 2 3 ഡയറക്റ്റ്ലി മുകളിൽ പോകാനാണെങ്കിൽ ഇതിൻ്റെ ബ്രേക്ക് ഔട്ട്സ് അറിയണമെങ്കിൽ മാത്രമേ നോക്കാവുള്ളൂ. ബട്ട് അതും സ്കാൽപ്പ് തന്നെ നോക്കുക, റിസ്കി ആയിരിക്കും. NFT ലെസസ് കിടക്കാം. NFTയുടെ എല്ലാ ലെവൽസ് മാർക്കാണ്. ഒന്നും എനിക്ക് പറയാനില്ല, ചെയ്യാനില്ല.
മാർക്കറ്റ് സ്ട്രക്ചർ അവോയ്ഡ് ചെയ്യുക, ഞാൻ അത് തന്നെ പറയുള്ളൂ. ഇതിനകത്തൊന്നും ഇത് പ്രോപ്പർ മൂവ്സ് ഒന്നും കിട്ടത്തില്ല. പ്ലീസ് ശ്രദ്ധിക്കുക. സ്റ്റോക്സ് എടുക്കുക, ഇഷ്ടമുള്ള സ്റ്റോക്ക് സെലക്ട് ചെയ്യുക, ഇൻവേറ്റീവ് തിയറിനകത്ത് യൂസ് ചെയ്യുക, പ്രോപ്പർ മൂവ് കിട്ടുന്നുണ്ട്. എനിക്ക് കിട്ടുന്നുണ്ട്, ചെറിയ പെർസെൻറ്റേജ് വൈൻ മാത്രമേ ഉള്ളൂ, കിട്ടുന്നുണ്ട്. ഓക്കെ, ഏതാണ് സെലക്ട് അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. സെലക്ട് ചെയ്യുക, ഇൻവേറ്റീവ് തിയറി ബേസ്ഡ് അങ്ങനെ പ്ലേ ചെയ്യുക. 15 minutes 1 hour ടൈം ഫ്രെയിമിൽ അതനുസരിച്ച് മൂവ് കിട്ടും കേട്ടോ. ഇതിനകത്ത് 61.80% ഓൾറെഡി ഈ ലെവൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഇതിൻ്റെ അപ്പോൾ മാത്രമേ ഓവറോൾ ബുള്ളിഷ് ആവുള്ളൂ. ഓർ 1, 2, 3 ഇത് ഫുൾ 4th കൺസോളിഡേഷനാണ്. ഓക്കെ, ഇത് ഇവിടെ നിന്ന് 1, 2, 3 ഇത് 4th കൺസോളിഡേഷനാണ്. സോ ഇതിനകത്ത് സപ്പോർട്ട് ലെവൽ 38.20% ആൻഡ് 50% മാക്സ് ടു മാക്സ്. ഓക്കെ, സോ ഇവിടെ സപ്പോർട്ട് തിരിച്ച് കയറേണ്ടതാണ്. ഐ തിങ്ക് 38.20%, 50 ഇതിൻ്റെ ഇടയിൽ സപ്പോർട്ട് വന്നിട്ട് സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് കയറുമായിരിക്കും എന്നാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻസ്. റിവേഴ്സൽ തരുവാണെങ്കിൽ മാത്രമേ പ്ലേ ചെയ്യാവുള്ളൂ. റിവേഴ്സൽ ഫൈൻഡ് ചെയ്യണം കേട്ടോ. എങ്ങനെയാണ് റിവേഴ്സൽ ഫൈൻഡ് ചെയ്യാൻ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇമ്പൾസീവ് മൂവ് നോക്കുക, സ്മോൾ ടൈം ഫ്രെയിമിൽ 1, 2, 3 പ്രൈസ് മുകളിലേക്ക് കയറാൻ തോന്നുന്നു. അങ്ങനെ എല്ലാവരും കൂടി പ്ലീസ് ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾ ലൈക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ലേണിംഗ് വീഡിയോ ഞാൻ ഉണ്ടാക്കണില്ല കേട്ടോ. കമൻറ്റ്സ് വളരെ തീരെ കുറവാണ്. കമൻറ്റ്സ് എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ പ്ലീസ്. ലേണിംഗ് വീഡിയോ എന്ന് പറഞ്ഞാൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും വീഡിയോ ഉണ്ടാക്കാൻ. ആൻഡ് ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോസ് എന്തായാലും ജെന്വൻ ഉണ്ട്. ഞാൻ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട് ഒരു സൈഡിൽ ജെന്വൻ വീഡിയോ ഉണ്ടാക്കാൻ. ഓക്കെ, അല്ലെങ്കിൽ ഇലിറ്റ് വ്യൂ തിയറി നിങ്ങൾ ഇഷ്ടമുള്ള സ്ഥലത്തിന് എവിടെയെന്ന് വെച്ചാൽ നിങ്ങൾ അവിടെ നിന്ന് പഠിക്കുക. ഇലിറ്റ് വ്യൂ തിയറി മസ്റ്റായിട്ട് പഠിക്കുക. കറക്ഷൻസ് നേരത്തെ അറിയാൻ പറ്റും. ഇത് കറക്ഷൻ വരാൻ പോവുക അല്ലെങ്കിൽ ഇമ്പൾസ് സ്റ്റാർട്ട് ചെയ്യുക നേരത്തെ വരാൻ പറ്റും. ഓപ്ഷൻ ബയർ ആസ് പെർ ഓപ്ഷൻ ബയർ, നിങ്ങൾ ഓപ്ഷൻ ബയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇമ്പൾസിൽ മാത്രമേ എൻട്രി എടുക്കാവുള്ളൂ. കറക്ഷൻസിൽ എൻട്രി എടുക്കരുത്. എടുത്താൽ ചെറിയൊരു സ്കാൽപ്പ് ചെയ്യുക, ചെറിയ സ്കാൽപ്പ് മാത്രം ചെയ്യുക, അത്രേ ഉള്ളൂ. ഇമ്പൾസിൽ മാത്രമേ ഓപ്ഷൻ ബയറിന് ഒരു എൻട്രി കിട്ടുള്ളൂ, നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടത്തുള്ളൂ. മനസ്സിലാക്കിയെടുക്കുക. ഈ ഡിഫറൻസ് മനസ്സിലാക്കിയെടുത്താൽ നമുക്ക് അറിയാൻ പറ്റും. അപ്കമിങ് ടൈമിൽ നിങ്ങൾക്ക് ഈസിലി പ്ലേ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതും അങ്ങനെ തന്നെ 61.80% വരെ നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾ കൺഫ്യൂസ് ആയിരിക്കും, നമുക്ക് ഇങ്ങനെ പ്ലേ ചെയ്യേണ്ടതാണ്, എന്താ ചെയ്യുക. ഇത് ഞാൻ പറഞ്ഞല്ലോ 1, 2, 3 ഇത് 4 ആൻഡ് ഇത് 5 ആണെങ്കിൽ പ്രൈസ് റെസിസ്റ്റൻസിലാണ്. മുകളിൽ പോയി റെസിസ്റ്റൻസ് എടുക്കട്ടെ. താഴേക്ക് വരികയാണെങ്കിൽ അപ്പോഴും ഇത് ഡിഗ്രി കംപ്ലീറ്റ് ആയല്ലോ, ഡിഗ്രിയുടെ ഫോൾ കിട്ടും. ABC ആയിട്ട് താഴേക്ക് മുകളിലേക്ക് പോകണ്ട. മുകളിലേക്ക് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും, മുകളിലേക്ക് പോകണ്ട. 5th അവിടെ കംപ്ലീറ്റ് ആവട്ടെ. എവിടെയെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ താഴേക്ക് ABC ആയിട്ട് താഴേക്ക് വരും പ്രൈസ്. 5th കംപ്ലീറ്റ് ആവട്ടെ. ഇപ്പോൾ കംപ്ലീറ്റ് ആയൊന്നും കാണുന്നില്ല. ABC എടുത്ത് പ്രൈസ് താഴേക്ക് വരട്ടെ, എന്നിട്ട് 5th നമുക്ക് പ്ലേ ചെയ്യാം കേട്ടോ. ഡിഗ്രി ഫോൾ നമുക്ക് കംപ്ലീറ്റ്. സെക്കൻഡ് സ്മോൾ ടൈം ഡിഗ്രി. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് പ്രോപ്പർ അടിപൊളി മൂവാണ്. അന്നേ ഇവിടെ തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു. ഇത് പഠിക്കുക, നിങ്ങൾക്ക് മൂവ് കിട്ടുന്നില്ലെങ്കിൽ പഠിക്കുക. എങ്ങനെയാണ് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തത് അന്ന് നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട്. ഈ ഒരു ബ്ലാക്ക് ചാനലിൻ്റെ ബ്രേക്ക് ഡൗൺ ആണ്. ബട്ട് പ്രൈസ് സപ്പോർട്ട് തിരിച്ച് മുകളിലേക്ക് കയറും, ഷാർപ്ലി മൂവുകളിലേക്ക് കയറും. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് ഇതിൻ്റെ അകത്ത് പോയാൽ ബുള്ളിഷായി ആൻഡ് ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് തന്നെ സൂപ്പർ മൂവ് കിട്ടാൻ തുടങ്ങും. ഇതൊക്കെയാണ് ലേൺ ചെയ്യുക, ഏൺ ചെയ്യുക. അതാണ് ഇലിറ്റ് വ്യൂ തിയറി, റൈറ്റ്? സോ ഈസി അല്ല നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട്. മോസ്റ്റ്ലി ഓൾ ഇൻഡെക്സ് ഈസി അല്ല, പ്ലേ ചെയ്യാൻ പറ്റിയതല്ല. ബട്ട് നമുക്ക് ബിഗർ ടൈം ഫ്രെയിമിൽ ഡയറക്ഷൻസ് കിട്ടും. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ സ്റ്റോക്സിൻ്റെ കാര്യം പറഞ്ഞത്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. സ്റ്റോക്സ് നമുക്ക് ഇങ്ങനെ കാരണം നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് നമുക്ക് ബുള്ളിഷായിട്ട് തോന്നുന്നു. ഇപ്പോൾ ബ്രേക്ക് ഔട്ട് വരാൻ ചാൻസസ് ഉണ്ടെങ്കിൽ ഇത് സ്റ്റോക്സ് മൂവ് തരുമല്ലോ. അതാണ് ഇപ്പോൾ സപ്പോർട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് സ്റ്റോക്സ് നോക്കാൻ തുടങ്ങുക. ആൻഡ് ദെൻ ബ്രേക്ക് ഔട്ട് തുടങ്ങുന്നതിന് അതനുസരിച്ച് മൂവ് കിട്ടുമല്ലോ. ഓക്കെ, നോക്കുക. ആൻഡ് സ്മോൾ ടൈം ഫ്രെയിം റെസിസ്റ്റൻസ് ആണ് ഇത് കേട്ടോ. ഇതിൻ്റെ അബവ് പ്രൈസ് പോയില്ലെങ്കിൽ നാളെ ചിലപ്പോൾ ഇതിൻ്റെ കൺസോളിഡേഷൻ പീരീഡ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട് കേട്ടോ. മനസ്സിലാക്കി എങ്ങനെയാണ് ഞാൻ പറയുന്നത്. സ്മോൾ ടൈം ഫ്രെയിം വരിക, 15 minutes ടൈം ഫ്രെയിമിൽ വരിക. 15 minutes ടൈം ഫ്രെയിമിൽ പ്രൈസ് സപ്പോർട്ട് എടുത്ത് തിരിച്ച് മുകളിലേക്ക്. ദാറ്റ് മീൻസ് 1 ഇത് 2 കൺസോളിഡേഷൻ. 3rd ആയി മൊത്തം. 3rd മുകളിലേക്ക് പോയി ഗ്യാപ്പ് അപ്പ് ദാറ്റ് മീൻസ് പ്രൈസ് ബുള്ളിഷാണ്. ഓക്കെ, ആൻഡ് ദെൻ അത് കഴിഞ്ഞിട്ട് പ്രൈസ് താഴേക്ക് വന്നു. 4th ആണ്, അത് സ്റ്റിൽ 4th അകത്ത് തന്നെ. ബട്ട് 3rd ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ ദാറ്റ് മീൻസ് പ്രൈസ് 5th ആണ്, അല്ലെങ്കിൽ സ്റ്റിൽ 4th ആയിരിക്കും. 4th വീണ്ടും കൺസോളിഡേഷൻ തുടങ്ങും. ഓക്കെ, അത് അങ്ങനെയാണ് റീഡ് ചെയ്യുന്നത്. എപ്പോഴും ശ്രദ്ധിക്കുക. ഓൾ ഇൻഡെക്സസ് ഇതുപോലെ തന്നെ റീഡ് ചെയ്യാൻ പഠിക്കുക. സോ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു സോ മച്ച്.